നമസ്കാരം. ഇത് നമ്മുടെ പ്രജിനാണ്. പ്രജിനെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം തിരയിൽ അകപ്പെട്ട ഒരു ഫാമിലിയെ അതിസാഹസ്യമായി രക്ഷപ്പെടുത്തിയ കൊട്രയിലെ 3 ചെറുപ്പക്കാരിൽ ഒരാളാണ് ഇയാളുടെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ ബീച്ചിൽ കാല് നനയ്ക്കാനായിട്ട് ഇറങ്ങിയതല്ലേ? അപ്പോൾ ഈ സംഭവം നടന്നത്, അതിനെപ്പറ്റി ഒന്ന് പറയാം. അത് എല്ലാവരുടെ കൂട്ടുകാരന്മാരെല്ലാം ഞായറാഴ്ച ഇറങ്ങിയതായിരുന്നു. കാല് നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും ഇത്ര ഉള്ളായിരുന്നു വെള്ളം, അരയ്ക്ക് താഴെ വെള്ളമായിരുന്നു. അപ്പോഴത്തേക്ക് വേറെ ഫാമിലി നിൽപ്പുണ്ടായിരുന്നു, ഒരു കൊച്ചു നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നൊരു തര വന്നതും എല്ലാവരും മുങ്ങുന്ന രീതിയിലായി പോയി. തര അതിൻ്റെ കഴുത്തിന് അത്ര വെള്ളം വന്നു. പിന്നെ തര വന്നതും വീണ്ടും മുങ്ങി. പിന്നെ കൊച്ചിനെ കാണുന്നില്ലാന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കി. ഞാൻ എങ്ങനെ വലിഞ്ഞ് കരയിൽ കയറിയപ്പോഴത്തേക്കും കൊച്ചു മുങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കൂടെ വന്ന അനിയനും പിന്നെ വേറെ എല്ലാവരും കൂടെ മുങ്ങി. ആരും വെള്ളത്തിൽ ഇല്ല, എല്ലാവരും കൊണ്ടുപോയി വെള്ളം. കുറേ നേരം കഴിഞ്ഞ് കൊച്ചിനെ കണ്ട് ഞങ്ങൾ കൊച്ചിനെ ഇറങ്ങിയെടുത്ത് പിന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഒരു തര വലിഞ്ഞ് ഉമ്മാരടിച്ച് കയറ്റി. എല്ലാവരും പോയി വിചാരിക്കുമായിരുന്നു. പിന്നെ ആർക്കും ബോധമൊന്നും ഇല്ലായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ കുഴപ്പമില്ല, ഇപ്പോൾ എല്ലാവരും ഓക്കെയാണ്. ഉണ്ടായത് പാലോട് സ്വദേശിനിയായ ജിൻജി, 42 വയസ്സുള്ള ജിൻജിയും ജിൻജിയുടെ സഹോദരന്റെ മകൾ 10 വയസ്സുള്ള ആദിലക്ഷ്മിയും തിരയിൽ അകപ്പെടുകയായിരുന്നു. ഇവർ കടലിൽ അകപ്പെട്ടു. ഇത് കണ്ടുനിന്ന 3 യുവാക്കളാണ് ഇവരെ രക്ഷിക്കാൻ വേണ്ടി സാഹസികമായി കടലിൽ ചാടിയത്. അവരുടെ സമയോചിതമായ ഇടപെടലാണ് ഇവരെ രക്ഷപ്പെടുത്താൻ കാരണമായത്. ആ 3 യുവാക്കളും ഇപ്പോൾ പരിക്കുകളോടുകൂടി വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. വർക്കല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച ജിൻജിയെയും ആദിലക്ഷ്മിയെയും ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ നടന്നു വരികയാണ്. അനിയന്മാരത് 2 അനിയന്മാരവിടെ കിടക്കുന്നത്. ഞങ്ങളെല്ലാം അവിടെ കാണാൻ പോയത് കടലിൽ. നമ്മളങ്ങനെ അവിടെ അവരെ ഇറങ്ങി കുളിക്കുന്നുണ്ടോ? ആരാണ് ഇറങ്ങി കുളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. എത്ര പേര്? അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ഉള്ള കാണാമെന്നും മിക്കവരും ഇറങ്ങി കുളിക്കുന്ന എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാലണിക്കാൻ വേണ്ടി അവിടെ നിന്നായിരുന്നു. അപ്പോഴത്തേക്കും ഒരു തിര വന്നത് ഒരു കൊച്ചിനെ കാണാണ്ടായി, ഒരു കൊച്ചിനെ ഒരു ആന്റിനെ കാണാണ്ടായി. പിന്നെ ഞങ്ങളെല്ലാം അവിടെ ചാടിയൊക്കെ ഇറങ്ങി.